രുചിയിൽ കക്ക റോസ്റ്റിന്റെ റെസിപ്പി നോക്കിയാലോ ഇന്ന്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റായി താഴെ രേഖപ്പെടുത്തുക. 1/2 കിലോ കക്കയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. കക്കയിലെ അഴുക്ക് കളഞ്ഞ് 7-8 തവണ കക്ക വൃത്തിയായി കഴുകിയെടുക്കാം. ആവശ്യത്തിന് ഉപ്പും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ഇഞ്ച് വലുപ്പത്തിലുള്ള ഇഞ്ചിയും 10 വെളുത്തുള്ളി അല്ലി ചതച്ചതും 2 പച്ചമുളകും ചേർത്ത് കക്ക വേവിക്കാൻ വെക്കാം. 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ച് നന്നായി ഇളക്കിയതിനു ശേഷം ഹൈ ഫ്ലെയിമിൽ വെച്ച് നമുക്കിത് വേവിച്ചെടുക്കാം. കക്ക നന്നായി വെന്ത് കഴിയുമ്പോൾ നമുക്കത് മാറ്റി വയ്ക്കാം. ഇനി ഒരു ചട്ടി അടുപ്പത്ത് വെച്ച് ചൂടായ ശേഷം എണ്ണ ഒഴിക്കുക. എണ്ണ നന്നായി ചൂടായി കഴിയുമ്പോൾ 2 ഏലക്ക, 2 ഗ്രാമ്പു, കറുവപ്പട്ട എന്നിവ ചേർക്കാം. ഇനി ഇതിലേക്ക് നേരിയതായി അരിഞ്ഞ തേങ്ങാക്കൊത്ത് ചേർത്ത് കൊടുക്കാം. തേങ്ങാക്കൊത്ത് ഗോൾഡൻ ബ്രൗൺ കളർ ആകുമ്പോൾ ഇതിലേക്ക് 1 സബോള നേരിയതായി അരിഞ്ഞത് ചേർക്കാം. സബോള ഒന്ന് വാടി വരുമ്പോൾ 10 ചെറിയ ഉള്ളി ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. നന്നായി ഇളക്കി യോജിപ്പിക്കാം. ഇനി ഇതിലേക്ക് 1 ഇഞ്ച് വലുപ്പത്തിലുള്ള ഇഞ്ചിയും 10 വെളുത്തുള്ളി അല്ലി ചതച്ചതും ചേർക്കാം. ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടുതൽ ചേർക്കുന്നത് റോസ്റ്റിന് രുചി കൂട്ടും. ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും പച്ചമണം മാറി കഴിയുമ്പോൾ ഇതിലേക്ക് 5 ഉണക്കമുളക് ചതച്ചതും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി എന്നിവ ചേർത്ത് നന്നായി ഇളക്കാം. പൊടിയുടെ പച്ചമണം മാറി കഴിയുമ്പോൾ നമ്മൾ വേവിച്ചു വെച്ചിരിക്കുന്ന കക്ക ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നന്നായി ഇളക്കി യോജിപ്പിക്കാം. ഇതിലേക്ക് 1 ടീസ്പൂൺ മസാലപ്പൊടിയും 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും ചേർത്ത് കൊടുക്കാം. തീ ലോ ഫ്ലെയിമിൽ വെച്ച് ഇടയ്ക്ക് ഇളക്കി കൊടുത്ത് നമുക്കിത് റോസ്റ്റ് ആക്കി എടുക്കാം. സ്വാദിഷ്ടമായ കക്ക റോസ്റ്റ് റെഡിയായിരിക്കുന്നു. ഇൻഗ്രീഡിയൻസിന്റെ ലിസ്റ്റ് ഡിസ്ക്രിപ്ഷനിലുണ്ട്.